നിർഭാഗ്യമെന്ന് പറയട്ടെ, കേരള സംസ്ഥാനത്ത് കഴിഞ്ഞ 2.5 വർഷങ്ങളായി ഞാൻ കൂടെ ഉൾപ്പെട്ട പല നേതാക്കന്മാരുടെയും പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് അതൊന്നും നമുക്ക് ജനങ്ങളോട് പറയാൻ സാധിച്ചിരുന്നില്ല. അത് കണ്ടതുകൊണ്ടാണ്, ഇനി ഈ പോക്ക് പോയാൽ പ്രസ്ഥാനം രക്ഷപ്പെടില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് 2 കോൺഗ്രസിന്റെ നേതാക്കന്മാർ എന്ത് വന്നാലും ശരി, ഇനി തമ്മിൽ തല്ലാനില്ല, ഐക്യം കൊണ്ട് മാത്രമേ ഈ പ്രസ്ഥാനം രക്ഷപ്പെടൂ എന്ന് കണ്ടു കോൺഗ്രസ്സുകാർ വീണ്ടും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ഇന്ന് ജനങ്ങൾ പ്രതീക്ഷയോടുകൂടെ കേരളത്തിലും ഇന്ത്യയിലും കോൺഗ്രസിനെ ഉറ്റുനോക്കുന്ന സന്ദർഭമാണ്. ഈ സന്ദർഭത്തിൽ കോൺഗ്രസിന് ശക്തി വരാൻ നമുക്ക് സാധിക്കും. 2.5 വർഷം കഴിഞ്ഞ് കേരളത്തിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥിതി എന്താ? മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഗ്രൂപ്പിസം കൊടി കുത്തി വാഴുകയാണ്. ഗൗരിയമ്മയെ പോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ സ്ഥാപിച്ച, അതിനുവേണ്ടി ത്യാഗങ്ങൾ സഹിച്ച ഗൗരിയമ്മയ്ക്ക് ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയിൽ സ്ഥാനമില്ല.